ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മനു ടെക്കി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമുക്കൊരു തോട്ട ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുക. കുട്ടികളാരും ഇത് പരീക്ഷിക്കരുത്, ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നമുക്കിപ്പം കുറച്ച് തീപ്പെട്ടി എടുക്കാം. കുറച്ച് തീപ്പെട്ടി എടുത്ത ശേഷം നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കാദ്യമേ തീപ്പെട്ടി എടുത്ത ശേഷം തീപ്പെട്ടിക്കകത്ത് ഒരു കവറിങ് ഇല്ലേ, അതെടുക്കണം. തീപ്പെട്ടിയുടെ കൊള്ളി ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലെയർ എടുത്ത ശേഷമാണ് നമ്മൾ മരുന്ന് എടുക്കാൻ പോകുന്നത്. അന്നേരം നമുക്ക് ആ മരുന്നെല്ലാം കൂടെ എടുക്കാം. ആദ്യം ഒരു തീപ്പെട്ടിയുടെ ഫുൾ കൊള്ളിക്കകത്ത് എടുക്കാം. നമുക്കിങ്ങനെ വെച്ചിട്ട് എടുക്കണം. 1.5 മണിക്കൂർ എടുക്കും നമ്മുടെ തീപ്പെട്ടിയുടെ മരുന്നെടുക്കാൻ. എക്സ്ട്രാ കുറച്ചുകൂടെ നമുക്ക് കൊടുക്കണം, അത് വേറെ ആവശ്യത്തിനാണ്. വീഡിയോക്കകത്ത് കാണുന്നോട്ട് നമുക്കങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് സമയം നമുക്ക് ചെയ്യാം. ഇത് മെയിനായിട്ടും കുട്ടികൾ എന്നുവെച്ചാൽ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനത്തെ ചെയ്യാവും. അല്ലാത്ത ഇത് ചെയ്യുവാണെങ്കിൽ പണി കിട്ടും കേട്ടോ. ഭയങ്കര സീനായിട്ടുള്ള സംഭവമാണ്. മരുന്നൊക്കെ ഡേഞ്ചറാണ്. പിന്നെ തീപ്പെട്ടിയുടെ മരുന്ന് അല്ലാതെ തന്നെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൊള്ളി, വേസ്റ്റായ കൊള്ളിയാണിത്, നമ്മളെ മരുന്നെടുത്ത കൊള്ളിയാണിത്. നമുക്കിനി ഇത് കളയാം, ഇതെല്ലാം കളയാൻ കൊണ്ടുപോയി. നമുക്കിനി ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ്. ഓക്കെ, നമുക്കിനി ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നല്ല വാരി നമുക്ക് കളയാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 2 സെറ്റ് മരുന്നുണ്ട്. ഒന്ന് ഈ തീപ്പെട്ടിയുടെ മറ്റേ ബോക്സിനകത്ത് ഇടാനും, ഒന്ന് നമ്മുടെ മറ്റേ റീഫിലിനകത്ത് അയക്കാൻ. പക്ഷേ തോട്ടയുടെ നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് കത്തിച്ചിട്ട് നേരെ പൊട്ടുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാം. നമ്മുടെ റബ്ബറിൻ്റെ പുറത്ത് നിൽക്കുന്ന കോട്ടിങ് ഇല്ലേ, ജസ്റ്റ് ആ കവറ്, അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമുക്ക് ആദ്യമേ എടുത്തിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ നമ്മൾ ലൈക്ക് ചെയ്തേക്കണം വീഡിയോയ്ക്ക് കേട്ടോ. ജസ്റ്റ് ഒരു ഫെവിക്കോൾ എടുത്ത ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ച് നോക്കാം. നല്ല ടൈറ്റായിരിക്കണം. നമ്മൾ ആ മരുന്നൊന്നും വെളിയിൽ പോകല്ലേ, വെളിയിൽ പോകാത്ത രീതിയിൽ നമുക്കങ്ങനെ ടൈറ്റാക്കാം. അന്നേരം നമുക്ക് സൈഡിലത്തെ എല്ലാം കട്ട് ചെയ്യാം. പിന്നെ ഒരു റീഫിൽ എടുത്ത ശേഷം, മീൻസ് ഒരു പേനയുടെ റീഫിൽ എടുത്ത ശേഷം നമുക്കിങ്ങനെ റോൾ ചെയ്യാം. ഇച്ചിരി കൂടെ വലുതായിട്ട് റോൾ ചെയ്യാനും കുഴപ്പമില്ല, ചെറുതായിട്ട് റോൾ ചെയ്യാനും കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് മരുന്ന് കയറ്റണം, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പം നമുക്ക് റോൾ ചെയ്ത ശേഷം നമ്മുടെ മരുന്നെടുക്കാം. ജസ്റ്റ് ഒരു പശ പൊട്ടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതങ്ങ് മരുന്ന് നിറയ്ക്കണം. ഇത് മരുന്ന് നിറയ്ക്കാനുള്ള പരിപാടിയാണ്. ഇനി ഇതിനകത്ത് റീഫില്ലെടുത്ത് കളയണേ. അത് നമുക്കൊരു വെച്ച് കട്ട് ചെയ്തിട്ട് റീഫില്ലെടുത്ത് കളയാം. കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ടെന്ന് വെച്ചാൽ ആ മരുന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ആ ഷീറ്റിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ മരുന്ന് തെള്ളുന്നത്. അങ്ങനെ അങ്ങ് മരുന്ന് തെള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനത്തെ രീതിയിലാക്കണം. നമുക്ക് ബാക്കിയുള്ള കുറച്ച് നമ്മുടെ തീപ്പെട്ടിയുടെ മരുന്നുണ്ട്, അത് നമ്മുടെ സാധാ ബോക്സിലൂടെ തട്ടാം. ഇനിയും നമ്മുടെ ഇത് ബോക്സ് വേണ്ടി ഉണ്ടാക്കിയ മരുന്ന് നമുക്ക് ഇതിലോട്ട് തട്ടാം കേട്ടോ. ഇപ്പോൾ എടുക്കുകയാണ്, നമ്മുടെ ഇതാണ് ബോക്സിലോട്ട് തട്ടാനുള്ള മരുന്ന്, എടുത്ത് ഇതിലോട്ട് തട്ടാം. നല്ല പവർ സാധനമാണ്. ഇനിയും വേണമെങ്കിൽ ഇച്ചിരി മരുന്നുണ്ടെങ്കിൽ നല്ല പവറായിട്ട് നമുക്കൊരു നല്ല ടെറർ സാധനമായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റിന് ചെയ്യുന്ന പരിപാടിയാണ്. ഇനി നല്ലൊരു പവറായിട്ട് വേണമെങ്കിൽ ഇച്ചിരി മരുന്നെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, അതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് ടേപ്പോ അല്ലെങ്കിൽ ഗമ്മോ എല്ലാം വെച്ച് ഒട്ടിക്കാവുന്നതാണ്.
നമുക്കിനി ടേപ്പ് എടുത്ത് ഒട്ടിക്കാം. നമ്മൾ മാസ്കിംഗ് ടേപ്പാണ് എടുത്തേക്കുന്നത്, നമ്മുടെ പെയിൻ്റ് അടിക്കുക ഉപയോഗിക്കുന്ന മാസ്കിംഗ് ടേപ്പ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അധികം ഇച്ചിരി കട്ടിക്കരിക്കത്തെന്ന് വിചാരിച്ച് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്ത ശേഷം നമ്മുടെ ചണകം എന്നാണ് ഇതിന് പറയുന്നത്. കൃഷിയുടെ മറ്റേ പാവയ്ക്കായും ഇങ്ങനത്തെ ഓരോ ചെടിക്കൊക്കെ മേളിൽ കെട്ടുന്നതാണ്. നമുക്ക് അതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് പശ ഒട്ടിച്ച് ഇതിലോട്ട് വെച്ച് റോൾ ചെയ്യാം. ഇത് വെച്ചൊന്ന് റോൾ ചെയ്ത് വെക്കാം. ഒരു കട്ടിയായിട്ട് റോൾ ചെയ്യണേ, ഇച്ചിരി നല്ല കട്ടിയായിട്ട്. അപ്പോൾ അത് നമുക്ക് റോൾ ചെയ്യട്ടെ കേട്ടോ. റോൾ ചെയ്ത് ഭയങ്കര പാടാണ്. നമ്മളങ്ങനെ നമ്മുടെ സാധനം നല്ല കട്ടിയായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഐറ്റം ഇരിക്കുന്നത്. നമുക്കിനിയില്ലേ എക്സ്പ്രഷൻ കാണാം. ഞാനിപ്പം കണ്ടമ്പുഴി ഓടാൻ പോവാണ്. ജസ്റ്റ് കത്തിക്കാൻ ഒരു പേടിയുണ്ട്. നമ്മളുണ്ടാക്കിയ സാധനമായിട്ടല്ലേ, ജസ്റ്റ് ഒരു പേടി. നമുക്കിനി കണ്ടമ്പുഴി ഓടാം. അതേനെ വെക്കാട്ടോ ഓടി ഞാൻ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം ജസ്റ്റ്. ഓക്കെ, എന്താവെന്നുള്ളത് ഒരിത്. കാറ്റ് ഭയങ്കര കാറ്റാണ്. അതാ ജസ്റ്റ് ഞാനൊന്ന് മിണ്ടത്തില്ലേ. നല്ല പവർ പൊട്ടി. യെസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് കുട്ടികൾ ആരും പരീക്ഷിക്കില്ല, ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ അവിടെ പൊട്ടിച്ചപ്പോൾ തന്നെ അറിയാം, നല്ല ഭീകരമായിട്ടുള്ള സൗണ്ട് ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.